ുമ്പോൾ മുറിക്കുന്നതും നിങ്ങളെ രക്ഷിക്കാമെന്ന അവസ്ഥയിൽ ചെല്ലുമ്പോഴേ മുറിക്കുന്നതും തമ്മിൽ അന്തരമുണ്ട്. ക്ലിയർ? അത് ആയുർവേദവും സമ്മതിച്ചിട്ടുണ്ട്. രാജാവിന്റെയും, അതായത് ഭരണാധികാരിയുടെയും, ബന്ധുവിന്റെയും, രോഗിയുടെയും പൂർണ്ണമായ അനുമതിയോടെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരുപാട് ശസ്ത്രക്രിയകൾ ആയുർവേദത്തിലുണ്ട്. ഇന്ന് നിലനിൽക്കുന്ന രോഗങ്ങളിൽ കാണുന്ന ശസ്ത്രക്രിയകളുടെ സിംഹഭാഗം തന്നെ ചർച്ചയിൽ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ന് എന്റെ ഓർമ്മ. സ്മരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഓർമ്മ മാസം ഒന്നായോണ്ടായിരിക്കും. അതുകൊണ്ട് കേട്ടോണ്ട് പോകുന്ന നോക്കി ഒന്ന് രോചകവും ആവും പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുതിയ ആളുകളും വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെയുള്ളൊരു പ്രഭാഷണമൊക്കെ നമുക്ക്. അപ്പൊ അതിരിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് 3-4 കാര്യങ്ങളെ അവിടെ നിന്ന് സംയോജിപ്പിക്കാം. ഒന്ന്, പൗരാണിക രീതിയിലുള്ള കൃഷി, ഇന്ന് ആധുനിക രീതി. പൗരാണിക രീതിയിലുള്ള കച്ചവടം, ഇന്ന് ആധുനിക രീതിയിലുള്ള കച്ചവടം. പൗരാണിക രീതിയിൽ ആഹാര പദാർത്ഥങ്ങൾ, ജീവിത രീതികൾ, ഇന്ന് ആധുനിക രീതിയിലുള്ളത്. പൗരാണിക രീതിയിൽ അതിൽ നിന്ന് തെരഞ്ഞെടുത്തങ്ങൾ, അത് ജീവിതക്രമങ്ങൾ, ഇന്ന് ആധുനിക രീതിയിലുള്ള അവസരങ്ങൾ, പ്രയോഗങ്ങൾ. ഇവയെ താരതമ്യം ചെയ്തുകൊണ്ട് വസ്തുതാപരമായൊരു പഠനം നടത്തിയാൽ അന്ന് ആദ്യകാലത്തുണ്ടായ ഐതിഹാസികങ്ങളായ ഫലങ്ങൾ ഇന്ന് ആ ഔഷധങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നുവെങ്കിൽ ശാസ്ത്രം പറയുന്ന റീപ്രൊഡ്യൂസബിലിറ്റി അതിനില്ല. 2, അവ പാർശ്വഫലങ്ങളും വിപരീത ഫലങ്ങളും തരുന്നു എങ്കിൽ അന്ന് തന്ന ഫലങ്ങൾ അവയിൽ നിന്നാണെന്ന് വിശ്വസിക്കുക വയ്യ. ഇത്രയും സമ്മതമാണ്. 3, 2 കഴിഞ്ഞ് 3. ഇന്നത്തെ നിലയിൽ ആതുരത്വം ഇങ്ങനെ കൂടി വരുമ്പോൾ എന്താണിതിന് പരിഹാരം? അല്ലെ? അങ്ങനല്ലേ ചോദ്യം അല്ലേ? ഞാൻ പറഞ്ഞതിൽ തന്നെ പരിഹാരമുണ്ട്. തിരിച്ചു പോവുക. കാരണം എന്നോട് ചോദിച്ചതാണ്. എനിക്ക് ഒറ്റ ഉത്തരേ എളുപ്പത്തിൽ പറയാനുള്ളൂ: പുറകോട്ട് നടക്കുക. പറ്റുമോ? കൃഷി ചെയ്തോ? ചെയ്തു നോക്കിയോ? അല്ല, ചെയ്തു നോക്കിയോ? ചെറുപ്പത്തിലല്ല, ഇപ്പൊ ചെയ്തു നോക്കിയോ? ചെയ്തു നോക്കാതെ ആദ്യം തന്നെ അതിന് വിപരീതമായ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകാതെ. അത് ശരിയാണ്. അതിനോട് എനിക്ക് യോജിക്കണം. അതെനിക്ക് വെറുപ്പില്ല. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ധാരാളം ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ശരിയാണ്. എന്താ കാരണം വെച്ചാൽ ഇന്നത്തെ രീതിയിലുള്ള ഭക്ഷണ വിനിമയ രീതികൾ അന്നുണ്ടായിരുന്നില്ല. എന്ന നിലയിൽ പഞ്ഞം കിടക്കുകയായിരുന്നു. യോജിപ്പാണ്. പിന്നെ അന്നത്തെ പഞ്ഞം എന്ന് പറഞ്ഞാൽ അന്ന് കപ്പ തിന്നുന്നവനും ചേന തിന്നുന്നവനും കാച്ചില് തിന്നുന്നവനും ഗോതമ്പ് തിന്നുന്നവനും പഞ്ഞം കിടക്കുകയായിരുന്നു. അതും എനിക്ക് യോജിപ്പാണ്. ഇന്ന് ഗോതമ്പ് ചപ്പാത്തിയായി തിന്നുമ്പോ പഞ്ഞമല്ല, ആഡംബരമാണ്. ഇന്ന് കപ്പ അടിക്കുമ്പോ അത് മാന്യമാണ്. ശരിയാണ്. വളരെ വളരെ ശരിയാണ്. ഞാൻ ഇരുത്തല്ലോ പറഞ്ഞു. ഞാൻ വളരെ ശരിയാണെന്ന് പറഞ്ഞില്ല. കാരണം ദാരിദ്ര്യത്തിന്റെ കാലങ്ങൾ എന്ന് പറയുന്ന കാലങ്ങളിൽ ഗോതമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കുത്താതെ അത് കഞ്ഞിയായി വെച്ച് പ്ലാവിലെ കുത്തി കോരി കുടിച്ചിരിക്കുന്ന ആളുകള് ദാരിദ്ര്യത്തെ പറ്റി എന്ന് പറയും. മറിച്ച് അതേ ഗോതമ്പ് പൊടി ആട്ടയായി വാങ്ങിച്ചു കൊണ്ടെന്ന് ചപ്പാത്തിയായി കഴിക്കുമ്പോ അത് ദാരിദ്ര്യം കൊണ്ടുമല്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിയല്ലേ? ധനവാനായ ഒരുവൻ 8 രൂപ കൊടുത്ത് 1 കിലോ കപ്പ വാങ്ങിച്ച് ഇന്ന് 8 രൂപയാണെന്ന് തോന്നുന്നു കിലോ. ഞങ്ങൾ നാട്ടിലേടാ, ഇവിടുന്ന് വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 8 കൊടുത്താ വാങ്ങിയത്. അതിന്റെ 3/4 പങ്കും മുട്ടിയ. കാരണം അത് ഞങ്ങൾ മിക്കവാറും വിറക് കീറാനാണ് ഉപയോഗിക്കുന്നത്, അതേ വെച്ച്. അപ്പൊ അതങ്ങ് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ വിലയേക്കാളൊക്കെ വളരെ കൂടുതലാണ്. മനസ്സിലായില്ല? വില കൂടിയ പദാർത്ഥങ്ങള് മനുഷ്യന് ആഡംബരവും
വില കുറഞ്ഞ പദാർത്ഥങ്ങൾ ദാരിദ്ര്യവുമാണല്ലോ. സമ്മതമല്ല എന്റെ ലോജിക്ക്. വില കൂടിയ പദാർത്ഥങ്ങൾ ആഡംബരവും വില കുറഞ്ഞ പദാർത്ഥങ്ങൾ ദാരിദ്ര്യവുമാണ്. അടുത്ത ചായക്കടയിൽ പോയി, പെട്ടിക്കടയിൽ പോയി 2 രൂപ കൊടുത്ത് പൊറോട്ട വാങ്ങിച്ച് തിന്നുമ്പോ ആ 2 രൂപ കൊടുക്കാൻ മാന്യന്മാർ 4 കണക്ക് പറയുമെങ്കിൽ അതേ മാന്യന് അതിനപ്പുറത്തുള്ള വലിയൊരു ഹോട്ടലിൽ തൈ കെട്ടിയവൻ വിളമ്പിക്കൊണ്ടതെന്ന് അവൻ പാത്രത്തിനകത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് അടുക്കൽ കൊണ്ടുവച്ച് അതേ പൊറോട്ട ഒരെണ്ണത്തിന് 16 രൂപ കൊണ്ടിട്ടാൽ ഒരു കണക്കും പറയാതെ 16 രൂപയുടെ കൂടെ 20 രൂപ വെക്കുമ്പോൾ ഉള്ള ബാക്കി 4 രൂപ ടിപ്പായി കൊടുത്ത് മാന്യനായി ചന്തി പൊടിതട്ടി ഇറങ്ങിപ്പോരുമ്പോ മനസ്സിലായില്ല. നിങ്ങളുടെ ദാരിദ്ര്യ സങ്കല്പങ്ങളൊക്കെ പലപ്പോഴും അതിശയോക്തി ജടിലങ്ങളാണ്. സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതും അതിശയോക്തിയാണ് അല്ലെ. BTH 16 രൂപയാണ് ഒരു പൊറോട്ടയ്ക്കെന്ന എന്റെ ഓർമ്മ. അതെ, ഇവിടുത്തെ പെട്ടിക്കടയിൽ 2 രൂപയുള്ളെന്ന ഓർമ്മ. തൂക്കിയാൽ 2 രൂപയുടെ തൂക്കം മറ്റുണ്ടാവില്ല, അതിന്റെ മയവും ഉണ്ടാവില്ലെന്നാണ് എന്റെ ഓർമ്മ. ഇവൻ മൂക്കള ചീറ്റിയതിനകത്ത് മാവിൽ ഒഴിച്ചാലും കാണാം, മറ്റവൻ മൂത്രമൊഴിച്ചു കുഴച്ചാലും കാണുകയുമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പിന്നെ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര അല്ലെ, എന്നെ ഓർമ്മ വരും, ഇത് ഓർമ്മ വരും. അതുകൊണ്ട് വളരെ സമാധാനപൂർവ്വം സമചിത്തതയോടെ ആലോചിക്കുക. അതിന്റെ ആ ശാസ്ത്രയുക്തികളെ പറഞ്ഞ് മാത്രം അതിനപ്പുറം ഇപ്പുറം ഒക്കെ വിടുക. ഉദാഹരണങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഉദാഹരണങ്ങളിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ശാസ്ത്രത്തിന്റെ ഈ മാതൃക തരില്ല. എനിക്ക് അല്പം കൂടി അതില് ചേർക്കണം. ആ ചേർക്കുന്നതിലാണ് ഒരു തിരിച്ചുപോക്കിന്റെ കാലം സമാഗതമായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. മാനവൻ രോഗത്തിലെത്താവുന്നതിന്റെ മൂർധന്യത്തിലെത്തുമ്പോൾ പാരസ്പര്യങ്ങളാണ് രോഗത്തെ മാറ്റുന്നതെങ്കിൽ അതേ തിരിച്ചു പോകേണ്ടത് അവൻ ആവശ്യമായി വരും, പോയില്ലെങ്കിലും. എന്തായാലും ഒരുവനും തന്റെ രോഗലയെ കൂട്ടിക്കൊണ്ടും തന്റെ ആതുരതയെ സഹിച്ചുകൊണ്ടും വേദനകളെ കടിച്ചമർത്തിക്കൊണ്ടും ഈ ജീവിതം തുടരാൻ ഏതായാലും പറ്റില്ല എന്നുള്ളത് സർവസമ്മതമാണ്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോ ഞാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്നതിനേക്കാൾ നന്മ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പോയ വഴിയിൽ നന്മയില്ലെന്ന് കാണുകയും നന്മയുടെ വേറൊന്ന് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വഴി ഞാൻ പറഞ്ഞില്ലെങ്കിലും മാറിയേ തീരും. ഉറപ്പാ. അവിടെയാണ് ഈ താരതമ്യ പഠനത്തിനൊക്കെ അർത്ഥം ഉണ്ടാകുന്നത്. ഈ താരതമ്യ പഠനം വേണ്ടി വന്നത് ഇന്ന് ജനങ്ങൾ അതിന്റെ ഒരു അവസ്ഥിതിയിലെത്തിയിട്ടുണ്ട്. തീർന്നില്ല. അന്ന് സത്യം വേണ്ട, എന്തും കഴിക്കാം, അങ്ങനല്ലേ പറഞ്ഞേ? നമ്മൾ തുടങ്ങിയത് അങ്ങനെയല്ലേ? എവിടെയും കിടക്കാം, എന്തും ചെയ്യാം. അതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ആളുകളും രോഗികളും ബന്ധുക്കളും വെച്ചിട്ട് ചോദ്യമുണ്ട്. എന്തും കഴിക്കുകയും എവിടെ കിടക്കുകയും എന്ത് ചെയ്യുകയും രോഗം പെട്ടെന്ന് മാറുകയും ചെയ്യുകയും ചെയ്യുന്ന അത്യന്ത ലളിതവും ആയ ഒരു ഔഷധം ഞങ്ങൾക്കുണ്ടെങ്കിൽ എന്തിന് ക്ലേശിച്ച് ഞങ്ങൾ രോഗം കൂടാൻ വേണ്ടിയിട്ട് പറിച്ചു പിടിച്ചും അരച്ചും കഴിക്കണം? തീർച്ചയായും ആ ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നു. അതിന്റെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ബോധപൂർവം എന്ന് പറയാൻ പോകുന്നത്. അതിൽ പ്രയത്നിച്ച ആളുകളെ, അതിന്റെ അറിവുള്ള ആളുകളെ, അവരുടെ തലമുറയെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ രണ്ടിലവാൻ ഞാൻ പറഞ്ഞേ, അത് ആ രീതിയിൽ ഔഷധങ്ങൾ തിരിച്ചറിയുന്ന, ആ രീതിയിൽ ഔഷധ പ്രയോഗം അറിയുന്ന, ആ രീതിയിൽ അതിന്റെ
ഉൽപാദന പ്രക്രിയ മനസ്സിലാക്കിയിട്ടുള്ള ആ പഴയ തലമുറ നാമാവശേഷമായി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ, അല്ലല്ല, ഏതാണ്ടെന്നാവും, ഏതാണ്ട് ഏറെക്കുറെ അത് തീരാറായി അല്ലെങ്കിൽ തീർന്നു എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സംസ്കൃതത്തിലും മലയാളത്തിലും നാട്ടിലെ നാട്ടുഭാഷകളിലും ഔഷധങ്ങളുടെ പേരുകൾ അറിയുന്നവർ, അത് കണ്ടാൽ പഠിച്ചെടുക്കാൻ അറിയുന്നവർ, ഏത് ഭാഗമാണ് ഔഷധയോഗ്യമെന്ന് കൃത്യമായി അറിയുന്നവരൊക്കെ സാധാരണ ജനങ്ങളിൽ ഇല്ലാതാവുകയും വൈദ്യശാസ്ത്രം പഠിച്ചവർ കോളേജുകളിൽ ഇരുന്ന് പഠിച്ച് കുറച്ച് ചെടികളെ മാത്രം അവരുടെ ഹെർബേറിയങ്ങളിൽ കണ്ടെത്തി അവ ഹെർബേറിയത്തിൽ കണ്ടതിനപ്പുറം കാണാതെ പഠിച്ച് പാസ്സായി വരുമ്പോൾ വൈദ്യരെ ഇതാണോ അങ്ങ് എഴുതി തന്ന മരുന്നെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് പറയാനല്ലാതെ, ഞാൻ പറയുന്ന അപകടമാണെങ്കിൽ, കിളുതിപ്പഞ്ഞി പറിച്ചുകൊണ്ട് വന്നാല് നിന്റെ കുട്ടിയുടെ അഭിമന്യം മാറുമെന്ന് പറഞ്ഞാൽ ഇവൻ പോയി പഞ്ഞിക്ക പറിച്ചുകൊണ്ട് വന്ന് വൈദ്യനെ കാണിക്കുമ്പോ കിളുതി പഞ്ഞി ഇങ്ങനെ ഇരിക്കും, ഏതാണ്ട് ഇതുപോലൊക്കെ ഇരിക്കും. കാരണം ഇത് അല്ലെന്ന് പറഞ്ഞു പോയെങ്കിൽ നാളെ ഇതായെങ്കിൽ തനിക്കറിയില്ലെന്നായി, ഇതല്ലാതായിട്ട് ഞാൻ ആണെന്ന് പറഞ്ഞാല് വീണ്ടും കുഴപ്പമായി. അപ്പൊ ഏതാണ്ട് ഇതുപോലൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെന്നല്ലേ പറഞ്ഞതെന്നും ഞാൻ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നും അത്ര കണ്ടനുമല്ല അത്ര ചക്കിയുമല്ലാത്ത പ്രമാണത്തിൽ അല്ലേ പൗരാണിക ശാസ്ത്രശാഖ ആ അവസ്ഥയിൽ എത്താറായി കഴിഞ്ഞപ്പോൾ, എത്തിക്കഴിഞ്ഞപ്പോഴായിരുന്നെങ്കിൽ അപകടം കുറെ കൂടെ കൂടിയനെ, എത്താറായി കഴിഞ്ഞപ്പോൾ പഥ്യം ആഹാര നിയന്ത്രണമില്ലാത്ത ജീവിക്കാവുന്ന എങ്ങനെയും ജീവിക്കാവുന്ന ശാസ്ത്രത്തിന്റെ ഉണ്ടായ ഈറ്റില്ലങ്ങളിൽ നിന്ന് പഴയകാലത്ത് എഴുതി കൊടുക്കാത്ത നിലയിൽ അതിനേക്കാൾ ഗഹനവുമായി എഴുതി കൊടുക്കുന്ന ചാർട്ടുകൾ എത്തിയിരിക്കുന്നു. അല്ല ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ, വൃക്കരോഗികൾ, യകൃത്ത് രോഗികൾ, ലിവർ ഡിസീസ്, പ്ലീഹാ രോഗികൾ, കർക്കിടക രോഗികൾ, ക്യാൻസർ രോഗികൾ, ഇവരൊക്കെ ചികിത്സയ്ക്കായി പോകുമ്പോൾ ഇപ്പൊ മരുന്നുകളുടെ പേപ്പർ കൂടാതെ ഒരു പേപ്പറുണ്ട്, ഉണ്ടോ? കഴിക്കാവുന്നവ, കഴിക്കരുതാത്തവ, പഥ്യമുണ്ടോ? ആയുർവേദ ആശുപത്രി പോകുമ്പോഴത്തേക്ക് അതെ കാർഡിയോളജിസ്റ്റിന്റെ അടുക്കലും യൂറോളജിസ്റ്റിന്റെ അടുക്കലും നെഫ്രോളജിസ്റ്റിന്റെ അടുക്കലും ഉണ്ടോ? പച്ചക്കറി തിളപ്പിച്ചൂറ്റി കഴിക്കണം. പഴങ്ങൾ തൊട്ടുകൂടാ, ഉപ്പ് അല്പം പോലും കഴിക്കരുത്, പാല് കുടിക്കണ്ട. ഇങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി തരാറുണ്ടോ? എഴുതി തരില്ല, പ്രിന്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ, അല്ലേ? ഓ, അതാ ഞാൻ ചോദിച്ചപ്പം ഉണ്ടെന്ന് പറയാത്തെ. എഴുതി തരാറില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമില്ല, ഞങ്ങൾ പ്രിന്റ് ചെയ്ത് തന്നെ വെച്ചിരിക്കുകയാണ്, എടുത്തു തരാൻ. ഇത്രയും പഥ്യങ്ങളും നോക്കി ഇത്രയും ശ്രദ്ധാപൂർവം ഇന്ന് കഴിക്കുന്നിടത്തോളം കാര്യങ്ങൾ കഴിച്ച്, ഇത് തന്നെയല്ലേ 40 കൊല്ലം മുമ്പ് അപ്പുറത്തും ഉണ്ടായിരുന്നത്. ഇതാണ് എനിക്ക് അപകടകരമായി ചോദിക്കാനുള്ള കാര്യം. അപ്പൊ അവിടെ മനസ്സിലല്ലേ?
ഇത്രയും താലോലിച്ച് 50 കൊല്ലം കൊണ്ട് നമ്മൾ പൂവിട്ട് പൂജിച്ച് വളർത്തിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോ ശങ്കരൻ പിന്നെയും തെങ്ങേലെന്ന് പറഞ്ഞ പോലെ ഈ പദ്യം ശരിയല്ലേ? അതുകൊണ്ട് ആലോചിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഇത്രയും സൂചിപ്പിച്ചതിന്റെ ചരിത്ര പശ്ചാത്തലം. ഇങ്ങനൊരു ചരിത്ര പശ്ചാത്തലത്തിലൂടെ ശാസ്ത്രത്തെ അപഗ്രഥിക്കുക, പഠിക്കുക, ചിന്തിക്കുക, എന്നിട്ട് അതിന്റെ വികാസ പരിണാമങ്ങളുടെ തലങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഒരു ജനതയുടെ വികാസത്തിന് അനിവാര്യമാണ്. വികാരമില്ലാതെ, വിചാരപൂർവം. ഇനിയും അതിന്റെ രണ്ടാം ഭാഗം ആയുർവേദം. ഞാൻ ഇത്രയും പറഞ്ഞത് ആയുർവേദം അല്ല, ആയുർവേദവുമാണ്. ആയുർവേദത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് എടുക്കേണ്ടത് അതിന്റെ ശാസ്ത്രീയതയിലേക്കാണ്. ഇതൊക്കെ കുട്ടിക്കുറിക്കുമ്പോൾ ഇതും ശാസ്ത്രമാണോ, ഇതിനും റിപ്രൊഡ്യൂസബിലിറ്റി ഉണ്ടോ, ഇത് തന്നെ വ്യക്തമായൊരു പഠന രീതി ഇതിനുണ്ടോ, അതല്ല വെറുതെയുള്ള ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്താൽ പ്രേരിതമാണോ? അതിന് നിഗമനികങ്ങളും ആഗമനികങ്ങളുമായ യുക്തികളുടെ വെളിച്ചത്തിൽ. നിഗമനികങ്ങൾ, ആഗമനികങ്ങൾ. മലയാളം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല, ഇംഗ്ലീഷ് മീഡിയമാണ് കൂടുതൽ ആളുകൾ. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. അതിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നമുക്ക് ചെയ്യാം. ആയുർവേദം അതിന്റെ ഹേതു വിപരീതത്തിൽ, ആയുർവേദത്തിന് 3 ഫലങ്ങളാണുള്ളത്. 1 ഹേതു വിപരീതം, 2 വ്യാധി വിപരീതം, 3 തദർത്ഥകാരി. 3 പറഞ്ഞു തോന്നുന്നുണ്ട്, വിശദമാക്കിയതാണ് നന്നായി. ആധാരത്തിൽ ഹേതു വിപരീതത്തിലാണ്. ഹേതു വിപരീതം എന്ന് പറഞ്ഞാൽ കാരണവും കാര്യവും തമ്മിലുള്ള ബന്ധത്തെ, രോഗത്തെ ഉന്മൂലനം ചെയ്യുന്നത് തന്നെ. രോഗത്തിന്റെ ആഗമനം പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയായി രോഗം ഉണ്ടാകുന്നത്? വിധ പാപങ്ങളിൽ നിന്നാണ് രോഗമെന്ന് പറയും. പാപങ്ങൾ നമുക്ക് പിന്നെ കാണാം. പാപത്തിന് പൊതുവായ നിർവചനം ഞാൻ നേരെ തരുന്നു. പൂർവജന്മ ഗാംഭീരൂപേണ ജായതേ. 10 വിധം പാപങ്ങള്, 10 കൽപ്പന ആയുർവേദത്തിൽ. പാലിച്ചാൽ രോഗം ഉണ്ടാവില്ല. ഈ 10 കൽപ്പന പാലിക്കുന്ന ഒരുവനും രോഗം ഉണ്ടാവില്ല. ആരോഗ്യശാസ്ത്രത്തിന്റെ 4 തൂണുകൾ ശ്രദ്ധിക്കുന്നവനും രോഗമുണ്ടാവില്ല. ആരോഗ്യശാസ്ത്രത്തിന് 4 തൂണുകളാണ്. ആ 4 തൂണുകളും സശ്രമം നോക്കുന്നവന് രോഗങ്ങളുണ്ടാവില്ല. അവയും നമുക്ക് പുറകെ പഠിക്കാം ഇതിന്റെ ശാസ്ത്ര ചർച്ചയ്ക്ക് ശേഷം. അതിനു മുമ്പ് ഈ കാര്യകാരണ പടലങ്ങളോടുകൂടിയ ഈ രോഗത്തിന്റെ ആഗമന പാപങ്ങളാണ്, സഞ്ചങ്ങളായ പാപങ്ങളാണ് രോഗങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അവ ഭാവാത്മകമായ രാഗദ്വേഷങ്ങളാലാണ് പരിപൂർണമാകുന്നത്. അതുകൊണ്ട് വാഗ്ഭടനും മറ്റും രാഗാദി രോഗാൻ എന്ന് തുടങ്ങുന്നത്. ഇതിന് 2 തരം നിഷ്ഠയാകാമെന്ന് തോന്നുന്നു. രാഗം, ദ്വേഷം മുതലായ രോഗങ്ങളെ പോലും ഇങ്ങനെ ആധുനിക ആയുർവേദ വൈദ്യന്മാർ പഠിക്കുന്നത്. പ്രാചീന വ്യാഖ്യാനം ഇങ്ങനെയല്ല, അല്പം മുന്നോട്ടുണ്ട്. രാഗം, ദ്വേഷം ആദിയായവയെ കൂടെ ചികിത്സിക്കുന്ന ആചാര്യനായിക്കൊണ്ട് നമസ്കാരം കൊള്ളാം എന്ന് പറഞ്ഞാൽ ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, മാനസികമായ രാഗദ്വേഷാദികളെ കൂടി ചികിത്സിക്കും എന്നേ അർത്ഥമുള്ളൂ. മറ്റതല്ല. രാഗം ആദിയായ, ആദി മൂലക, കുറെ കൂടെ ഋജുവും പൗരവും സൂക്ഷ്മവുമാണെന്ന് തോന്നുന്നു. രാഗം ആദിയായ രോഗങ്ങളെ, എല്ലാ രോഗങ്ങളുടെയും ആദി രാഗത്തിൽ. അങ്ങനെ പറയാം. രാഗത്തിന്റെ വിപരീതമായ ദ്വേഷവും രാഗമാണല്ലോ. പിന്നെ ദ്വേഷം പറയണ്ട. ദ്വേഷം രാഗമാണെന്ന്
കേട്ടു എന്നല്ലാതെ സമ്മതാണോ? രാഗദ്വേഷങ്ങൾ മനസ്സിൽ മാത്രമേ സംഭവിക്കൂ. രാഗദ്വേഷങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങയുടെ കൈകൊണ്ട് മകനെ വടിയെടുത്ത് തല്ലുന്നത് മനസ്സുകൊണ്ടോ കൈകൊണ്ടോ? അപ്പൊ രാഗദ്വേഷങ്ങൾ കയ്യിലേക്ക് വരും. ശരീരത്തിലേക്ക് വരും. അപ്പൊ ഈ രാഗം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മകന്റെ കുഞ്ഞവിടെ ഇരിപ്പുണ്ടെങ്കിൽ രാഗം മനസ്സിൽ മാത്രമായിട്ട് നിൽക്കുവോ? രാഗം കൂടി എടുത്ത് ഉമ്മ വെക്കുവോ? അതെ, അതൊക്കെ സമ്മതം. അതിനൊന്നും എതിരില്ല. ആ വഴിക്കൊന്നും ഞാൻ എതിരില്ല. എനിക്ക് ഒന്നിൽ മാത്രമേ പിടിയുള്ളൂ. രാഗം മാനസിക വികാരം മാത്രമാണെന്നുള്ള ഭാഷ്യത്തോട് മാത്രം. രാഗം തന്നെയാണ് ദ്വേഷം എന്ന് ഞാൻ പറഞ്ഞാ നിർത്തിയത്. നിങ്ങൾ ചിലരൊക്കെ ഇരുന്നങ്ങ് തലകുലുക്കി. ചിലരിങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു. ദ്വേഷം വേറെയല്ലേ, വെറുപ്പല്ലേ ദ്വേഷം? ഏതിനോടാ വെറുപ്പ് തോന്നേ? എന്റെ അമിതമായ ഇച്ഛയ്ക്ക് വിപരീതമാകുമ്പോ. അമിതമായ എന്നൂടെ ചേർക്കണം. അങ്ങനെ ആവുമ്പോ അത് രാഗം തന്നെയല്ലേ? ആ നിലയിൽ രാഗമെന്ന ഒരു വികാരമല്ലേ കണക്കാക്കേണ്ടു? ദ്വേഷം പ്രത്യേകിച്ച് കണക്കാക്കണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ അമ്മ ഇന്ന പോലെ പെരുമാറുമെന്ന്, അച്ഛൻ ഇന്ന പോലെ പെരുമാറുമെന്ന്, മകൻ ഇന്ന പോലെ പെരുമാറുമെന്ന് പ്രതീക്ഷിച്ച് അവനെ പൊസസ് ചെയ്ത് എന്റേതാക്കി നിർത്തുമ്പോൾ അതിന് വിപരീതമായൊരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുമ്പോൾ അവനോടുണ്ടാകുന്ന രാഗമാണല്ലോ ദ്വേഷം. അല്ലേ? അല്ലേ? അല്ലാതെ വഴിപോക്കനോടുണ്ടാകാറില്ലല്ലോ. അതെ അതെ, അങ്ങനെ പറയാം. അങ്ങനെ തന്നെ പറയാം. അപ്പൊ രാഗമില്ലാതെ ദ്വേഷം ഉണ്ടാവില്ലല്ലോ. ഉണ്ടായൊരു ഉദാഹരണം പറയാം അനുഭവത്തിൽ. ഒരു രാഗവും ഇല്ലാത്തടത്തുണ്ടായൊരു ദ്വേഷം പറഞ്ഞാൽ മതി. ആ പെട്ടെന്നുള്ള സംഭവത്തിൽ രാഗം ആദ്യം വന്നിട്ടല്ലേ പെട്ടെന്ന് സംഭവം ദ്വേഷമാകും. ഏത് ദ്വേഷത്തിലും അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ ഉള്ളിൽ? അപ്പൊ പിന്നെ അത് രാഗമല്ലേ? ആദ്യം അതല്ലേ, അത് നടക്കാത്തതുകൊണ്ടല്ലേ ദ്വേഷം. താൻ ചെന്നപ്പോ ഭാര്യ എഴുന്നേറ്റില്ല, അതുകൊണ്ടല്ലേ കണ്ണുരുട്ടി കാണിച്ചേ. എഴുന്നേറ്റിരുന്നേ കാണിക്കലായിരുന്നല്ലോ. വന്നിട്ടില്ല, പേടിക്കണ്ട, ക്ലാസ്സിന് വന്നിട്ടില്ല. ശരിയല്ലേ? തമാശയല്ല. രാഗമല്ലേ? രാഗം ആദ്യമല്ലേ വരുന്നത്. പ്രതീക്ഷിക്കാതെ ആരോടെങ്കിലും ദ്വേഷമുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കാത്തടത്ത് കിട്ടുന്നതൊക്കെ നല്ല സുഖമല്ലേ? അല്ലേ? മാത്രമല്ല, ഒന്നും പ്രതീക്ഷിക്കാത്തടത്ത് സുഖമാണ്, പ്രതീക്ഷിച്ചതിൽ കൂടുതലായാലും സുഖമാണ്. അപ്പൊ പ്രതീക്ഷിച്ചതിൽ കുറയുമ്പോഴാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് പ്രശ്നം. കാരണം പ്രതീക്ഷ രാഗമല്ലേ? അങ്ങനല്ലേ? ശരി, അത് കൊടുത്തോണ്ടാ മതി. അത് ഞാനല്ല പറയണ്ടേ, പുറത്തിറങ്ങുമ്പോൾ കൊടുത്തോണ്ടാ, തമ്മിൽ തീർത്തോണ്ടാ മതി. അപ്പോ രാഗം ആദിയായ, ആ ആദിക്കർത്ഥം മൂലമായ, കാരണമായ എല്ലാ രോഗങ്ങളുടെയും ആവിർഭാവത്തിൽ ഒരു രാഗമുണ്ടാവും, അഥവാ ദ്വേഷമുണ്ട്. ആ മൂലമായിരിക്കുന്ന രാഗമെന്ന രോഗത്തെ ചികിത്സിച്ചാൽ എല്ലാം ഭേദമാവും. ചികിത്സിക്കേണ്ടത് രാഗത്തെയാണ്. അത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ.
എല്ലാ രോഗിക്കുമുള്ള വൈദ്യൻ അവന്റെ ഉള്ളിലായിരിക്കുന്നത്. ആ വൈദ്യൻ ഉണരുക എന്നുള്ളതാണ് ബാക്കി വൈദ്യന്മാരെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അവനവന്റെ ഉള്ളിലെ വൈദ്യനെ ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഔഷധവും കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതൊരു ലൂസിഡായിട്ടാ പറഞ്ഞേ. അതുകൊണ്ട് അതിന്റെ ആ അർത്ഥം നിങ്ങൾ അതേപടി എടുക്കുമെന്നറിയില്ല. ഏത് ചികിത്സയിലും എന്റെ രാഗാദികളെ കൃത്യതയോടെ കാണാൻ ആർക്കാണ് കഴിയുക? എനിക്കാണ്. എനിക്ക് വെളിയിലൊരു വൈദ്യന്റെ അടുക്കലെത്തുമ്പോ എന്റെ ശരീരാവയവങ്ങളെ പരിശോധിക്കുമ്പോഴും എന്റെ ഊഷ്മാവിനികളിലൂടെ വെളിപ്പെടുത്തുമ്പോഴും എന്റെ സമ്മർദ്ദമാപിനികളിലൂടെ രേഖപ്പെടുത്തി കിട്ടുമ്പോഴും എന്റെ ആന്തരാവയവങ്ങളുടെ പട്ടികകൾ CT സ്കാനിലും മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിലും ഒക്കെ രൂപപ്പെടുത്തി പഠിക്കുമ്പോഴും ഞാൻ അത്യന്തം രഹസ്യമായി എന്നെ പഠിക്കുകയും